ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസ് ആയിട്ടുള്ള കൊടൈക്കനാലിലേക്കാണ്. ദ പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നാണ് കൊടൈക്കനാൽ അറിയപ്പെടുന്നത്. കോടമഞ്ഞിൽ പൊതിഞ്ഞ കൊടൈക്കനാലിലേക്കുള്ള യാത്രയിൽ നമ്മളങ്ങനെ ഗോൾഡൻ ലൈറ്റിംഗ് ഒക്കെ കണ്ടങ്ങനെ തേനി റൂട്ട് വഴി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതേപോലെ കൊടൈക്കനാലിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം അങ്ങനെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടൊക്കെ പോകാൻ, കൊടൈക്കനാൽ, ഊട്ടി പോലെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇ പാസ് നിർബന്ധമാണ്. ഇ പാസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പെൻസ് ഒന്നുമില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഈ പോർട്ടലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് നമ്മുടെ വെഹിക്കിളിൻ്റെ നമ്പറും അതേപോലെ എത്ര പാസഞ്ചേഴ്സ് ആണ് വരുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത് അവർ കൊടൈക്കനാലിൽ എൻട്രിയുടെ ഭാഗത്തെത്തുമ്പോഴത്തേനും അവർ ആ ഇ പാസ് ഉണ്ടെങ്കിൽ നമ്മൾ വാഹനകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. അതുകൊണ്ട് മസ്റ്റായിട്ടും കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നവർ അത് കരുതി വയ്ക്കുക. അതേപോലെ പ്ലാസ്റ്റിക് കുപ്പികളോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റ് ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 5 ലിറ്ററിൻ്റെ ക്യാൻ ഒന്നെങ്കിൽ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വാങ്ങിക്കുകയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൊടൈക്കനാലിലേക്ക് കയറിയാൽ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ് ആണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ പോയത് വീക്ക് ഡേയ്സിലായിരുന്നു, അതേപോലെ ഓഫ് സീസണിലുമാണ് പോയത്. വീക്കെൻഡിൽ പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടാണ് വീക്ക് ഡേയ്സ് ചൂസ് ചെയ്തത്. സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ് ഒക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച ശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾ എത്തിയത് കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. അവിടെ എത്തിയത് ഏകദേശം ഒരു 7 മണി സമയത്തായിരുന്നു. അപ്പോൾ ഈ കോടമഞ്ഞൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു നല്ലൊരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കിനെ ചുറ്റിയാണ് ബാക്കിയുള്ള കൊടൈക്കനാലിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും സ്ഥിതി ചെയ്യുന്നത്. ലേക്കിൽ നമുക്ക് ബോട്ടിങ്, അതേപോലെ ലേക്കിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ സൈക്ലിങ്, ഹോഴ്സ് റൈഡിങ്, മറ്റ് ഗെയിംസുകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ട് അവിടെ. അതേപോലെ നമ്മൾ എവിടെ യാത്ര പോയാലും ആ പ്ലേസിനെ പറ്റിയുള്ള ഏകദേശ ഐഡിയ നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ടൈം നഷ്ടമാവാതിരിക്കുക, അതേപോലെ തന്നെ മാക്സിമം പ്ലേസസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റത്തുള്ളൂ. ലേക്കിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ആളുകൾ ഫിഷിംഗ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതേപോലെ രാത്രിയിൽ കളർഫുൾ ആയിട്ടുള്ള ഫൗണ്ടൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ലേക്കിൽ. ഇത് അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് ആണ്. നേരത്തെ നമ്മൾ കണ്ട കൊടായി ലേക്കിൻ്റെ തന്നെ മുകളിലത്തെ ഒരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഈ അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ലേക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു സ്റ്റാർ ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോയത് ഗ്രീൻ വാലി വ്യൂ പോയിന്റിലേക്കാണ്. അവിടേക്ക് പോകുന്നതിൻ്റെ മറുവശത്ത് നമുക്ക് ഗോൾഫ് ക്ലബ്ബ് കാണാൻ പറ്റും. പക്ഷെ അതിനകത്ത് എൻട്രി ഇല്ല. ഗോൾഫ് ക്ലബ്ബ് മെമ്പേഴ്സിന് മാത്രമേ അതിനകത്തോട്ട് എൻട്രി ഉള്ളൂ. ഇതാണ് ഗോൾഫ് ക്ലബിൻ്റെ കാഴ്ചകൾ. ഇതാണ് ഗോൾഫ് ക്ലബിൻ്റെ പ്രവേശന കവാടം. പക്ഷേ ഇതിനകത്തോട്ട് നമുക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് ആ വാതിൽക്കൽ നിന്ന് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതേപോലെ അവിടെ ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം.
ഇതാണ് ഗ്രീൻ വാലി വ്യൂ പോയിന്റ്. പക്ഷേ അപ്പുറത്തെ സൈഡ് ഫുള്ള് മഞ്ഞ് വന്ന് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അപ്പുറത്തോട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ എത്തിയത് വട്ടക്കനാൽ വാട്ടർഫാൾസിലേക്കാണ്. ഇവിടെയൊക്കെ സഞ്ചാരികളുടെ നല്ല തിരക്കാണ്. ഇതും കൊടൈക്കനാലിലെ തന്നെ മറ്റൊരു വെള്ളച്ചാട്ടമാണ്. ലിറിൽ വാട്ടർഫാൾസ് എന്നാണ് പേര്. എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെയും ഭാഗത്തായിട്ട് നിറയെ ഷോപ്സ് കാണാൻ പറ്റും സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട്. കാണുന്നത് പൊട്ടാറ്റോ കൃഷിയാണ്. ഇവിടെയുള്ള ഒരാൾ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ഇത് പൊട്ടാറ്റോ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നതെന്ന്. അടുത്തതായിട്ട് നമ്മൾ പോയത് മോയ പോയിന്റിലേക്കാണ്. സർ തോമസ് മോയർ എന്ന് പറയുന്ന ആളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ആ ഒരു സ്മാരകം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ മോയർ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ഇതേ റൂട്ടിൽ തന്നെയാണ് ബെരിജം ലേക്ക്. ഞങ്ങളുടേത് ഒരു 3 ഡേ ഐറ്റിനറി പ്ലാൻ ആയിരുന്നു. ഈ 3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് കൊടൈക്കനാൽ സിറ്റി മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളായിട്ടുള്ള പൂമ്പാറ, പൂണ്ടി, കൂക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഇവിടെയും ഹോഴ്സ് റൈഡിംഗ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പോയത് ലിസ്ക് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൊടൈക്കനാലിലെ ഒരു ഷോപ്പാണ്. ഇതിന് മുകളിലത്തെ നിലയിലാണ് ചോക്ലേറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അവരോടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, അതേപോലെ എക്സ്പോർട്ടഡ് ക്വാളിറ്റീസിലുള്ള ചോക്ലേറ്റ്സ്, അതേപോലെ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട് അവർ നമുക്ക് ചോക്ലേറ്റ്സ് തരും. നമുക്ക് ഏത് ഷേപ്പിലാണ് ചോക്ലേറ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഷേപ്പിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അതേപോലെ ഷുഗർലെസ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഷുഗർലെസ് ചോക്ലേറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ കോക്കോ മാത്രം വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സുകളാണ് ഷുഗർലെസ് ഷുഗർലെസ് ചോക്ലേറ്റ്സിൻ്റെ റേറ്റ് 1 kgക്ക് 5000, 4000, 3000 അങ്ങനെയൊക്കെ ആയിരുന്നു റേറ്റ് ഞങ്ങൾ ചോദിച്ചപ്പോൾ. ഞങ്ങൾ ചോക്ലേറ്റ്സ് കൂടാതെ ഇവിടെ നിന്ന് കാർഡമം ടീ വാങ്ങിച്ചിരുന്നു. അത് മിക്കവാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ആയിരുന്നു കാർഡമം ടീയുടേത്.
കാണുന്നത് രാത്രിയിലെ കൊടൈക്കനാലിലെ ഒരു കാഴ്ചയാണ്. അതേപോലെ ദൂരൊക്കെ യാത്ര പോകുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫുഡ് കഴിക്കുന്നത്. കാരണം എല്ലാ കടകളിലും നല്ല ഫുഡ് കിട്ടണമെന്നില്ല. സോ നേരത്തെ തന്നെ നമ്മൾ ഹോട്ടൽസിൻ്റെ ഒക്കെ റിവ്യൂ കണ്ട് അത് നല്ല ഫുഡാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ഹോട്ടൽസിലൊക്കെ കയറാവൂ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് കോക്കേഴ്സ് വാക്കിലേക്കാണ്. ഇവിടെ രാവിലെ 7 മണിക്കാണ് എൻട്രി ടൈം എന്ന് പറയുന്നത്. അതേപോലെ ക്ലോസിംഗ് ടൈം 5 PM ആണ്. കൊടൈക്കനാലിലെ മിക്ക സ്ഥലങ്ങളിലെയും ക്ലോസിംഗ് ടൈം 5 PM ആണ്. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ പോയി കോക്കേഴ്സ് വാക്കിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ രാവിലെ കാണാനായിട്ട് വരുന്നതായിരിക്കും, അതല്ല എങ്കിൽ ഒരു വൈകുന്നേരം 4 PM ഒക്കെ ആവുന്ന സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് കോക്കേഴ്സ് വാക്കിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലുള്ള കാഴ്ച. ഇടയ്ക്ക് വന്നിട്ട് മൂടൽമഞ്ഞ് ഇങ്ങനെ മറച്ച് ഈ മലകളോ ഒന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ എത്തിയത് സഞ്ചാരികൾക്കൊക്കെ പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുന്ന ഗുന കേവിലേക്കാണ്. മുൻപ് ഈ ഗുന കേവ് ഡെവിൾസ് കിച്ചൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1991 തമിഴ് മൂവി ഗുന എന്ന് പറയുന്ന സിനിമ വന്നതോടുകൂടിയാണ് ഡെവിൾസ് കിച്ചൺ ഗുന കേവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പോൾ കൊടൈക്കനാലിലെ ഏറ്റവും ഫേമസ് ആക്കിയിരിക്കുന്നത് ഈ ഗുന കേവാണ്.
അതേപോലെ ഗുന കേവിലുള്ള മറ്റൊരു പ്രത്യേകത അവിടുത്തെ മരങ്ങൾ തന്നെയാണ്. ഗുന കേവ് എന്നുള്ള പേര് പോലെ തന്നെ ചെറിയ ചെറിയ ഗുഹകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിപ്പം അയൺ ബാസ് ഇട്ടിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഒരു മരത്തിന് അപ്പുറത്തൂടെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങി ചെല്ലാം. എന്നാൽ അവിടെയൊക്കെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. ഗുന കേവിലെ വാച്ച് ടവറിന്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള കാഴ്ചകളാണിത്. ആകാശവും മേഘങ്ങളും മലകളുമൊക്കെ ഒരേ തട്ടിൽ നിൽക്കുന്ന ഈ കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്നതാണ്. ഈ സൈൻ ബോർഡ് വെച്ചേക്കുന്ന ഭാഗത്തിലോട്ട് ആരെയും കടത്തി വിടത്തില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ഗുന കേവിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെ സെക്യൂരിറ്റീസ് കാവലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ എത്തിയത് പില്ലർ റോക്കിലേക്കാണ്. ഇവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിനടുത്തായിട്ട് നമുക്ക് ഷോപ്സുകൾ കാണാം. ടോയ് ഷോപ്സ്, കരകൗശല വസ്തുക്കൾ.
ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഭാഗത്ത് 2 പില്ലറുകൾ പോലെ 2 പാറക്കല്ലുകൾ നിൽക്കുന്നതായിട്ട് കാണാം. ആ കാഴ്ച കാണാൻ വേണ്ടി വന്നതായിരുന്നു നമ്മൾ. പക്ഷേ മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ സ്ഥലത്തിന് പില്ലർ റോക്ക് എന്ന പേര് വന്നത്. ഈ കാണുന്നതാണ് ഊട്ടിപ്പൂവ്. ഊട്ടിപ്പൂവിൻ്റെ പ്രത്യേകത അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 1 വർഷത്തോളം അത് വാടാതെ നിൽക്കുമെന്നാണ്. അത് വെയിൽ വരുന്ന സമയത്ത് അത് വിരിയുകയും തണുപ്പുള്ള സമയത്ത് അത് ചുരുങ്ങുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതേപോലെ വെള്ളത്തിലിടാതെ വെക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.